I'm here today to offer my support and express my fullest belief that my friend and Minister of State colleague Muralidharan ji will be the best member of parliament from this constituency. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ സഹമന്ത്രിയുമായ ശ്രീ മുരളീധരൻ ജി ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും ഉത്തമമായ പ്രതിനിധിയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. If you send him to parliament, you will be strengthening the hands of Modi ji to bring about more change and improve your lives for the next few years. നിങ്ങൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കുമെങ്കിൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാനും വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. Muralidharan ji and I have worked very, very closely for the last 5 years, and I want to say 3 things today. ശ്രീ മുരളീധരൻ ജിയും ഞാനും വളരെ അടുത്ത് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വെറും 3 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. One, you can all see he is a very people-centric person who goes to the issues of the people. Will be a great representative to make sure that all the yojanas and abhiyans of Modi ji, whether it is Kisan Samman Nidhi, whether it is Jal Jeevan Mission, whether it is Mudra loan, that all the benefits reach you. If you ever have any issues, he is the kind of person who will deal with it and make sure that every abhiyan works. ഒന്നാമതായി അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ പ്രതിനിധിയായിട്ട് ഡൽഹിയിലുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ എല്ലാ പദ്ധതികളും, അത് ഏത് പദ്ധതിയാണെങ്കിലും ശരി, ജലജീവൻ മിഷൻ ആണെങ്കിലും കർഷകർക്ക് വേണ്ടി വളർന്നാലും ശരി തന്നെ, മുദ്രാ യോജനയാണെങ്കിലും ഏത് സ്കീമാണെങ്കിലും ശരി തന്നെ, അതിൻ്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്രദമായിരിക്കും. Secondly, he is a person who has directly been responsible for improving passport services in this country. Anybody who can getting a passport today easier, credit goes to Muralidharan ji. രണ്ടാമതായിട്ട് നമ്മുടെ പാസ്പോർട്ട് ലഭിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്തുത്യർഹ്യമാണ്. ഇന്ന് നമ്മൾക്ക് പാസ്പോർട്ട് വളരെ എളുപ്പം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ വി മുരളീധരൻ ജിക്കുള്ളതാണ്. And Muralidharan ji, third, he is known in the Gulf as the representative of Modi ji. It is because of him today our relations with Gulf countries, UAE in particular, has become so much better. For any problem to do with Gulf, he has been sorting it out day and night for the last 5 years. And whenever any operation, rescue operation, anybody in trouble, he is the person who's been helping. So we want him back in the government. We want him as Lok Sabha MP. We want him to be the voice of Kerala in Delhi. മൂന്നാമതായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ഇന്ന് അങ്ങോട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നതിന് കാരണം ശ്രീ വി മുരളീധരൻ ജിയുടെ പങ്കാണ്. പ്രത്യേകിച്ച് ഗൾഫ് നാടുമായി നമ്മൾ ഈ കഴിഞ്ഞ സമീപകാലത്ത് നമ്മൾ വളർത്തിയെടുത്തൊരു നല്ല ഊഷ്മളമായ ബന്ധത്തിന്റെ കാരണഭൂതൻ ശ്രീ മുരളീധരൻ ജിയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരിക്കേണ്ടതും ലോകസഭയിൽ നമ്മുടെ പ്രതിനിധിയായിരിക്കേണ്ടതും നമ്മളുടെ എല്ലാവരുടെയും ഈ നാടിന്റെയും ആവശ്യമാണ്. So let me say this, sending Muralidharan ji to Lok Sabha is in your interest, Kerala's interest. Modi ji wants him there. Please make this happen. I rely on you once again. Bharat Mata ki Jai.